പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നവംബർ 25 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട്. ചില കാര്യങ്ങൾ ഓർത്ത് ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയറെവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയം ഉണ്ടായി തിരിച്ചു വരാൻ
കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ചയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതിന് ഇന്ന് പറയാൻ പോകും, പക്ഷെ അതേ രീതിയല്ല, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളാണ്. അതറിയാമോ, ഒരാഴ്ചയിൽ ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിവിധമായ വശങ്ങളെ പിടികിട്ടും. ഇപ്പോൾ ഒരു സ്കൂപ്പ് തന്നെ എടുത്തിട്ട് അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ കാണിക്കുക. സംഭവം ഒന്ന് തന്നെ ആയിരിക്കും, അതിൻ്റെ എല്ലാ വശം 8 ദിക്കുകളെയും നമ്മൾ കാണിക്കും. ആ 8 ദിവസം അങ്ങനെ ദൈവവചനം ഡെയിലി ബ്രെഡ് മുന്നോട്ട് പോകും. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ നിർമ്മലൻ എന്ന് വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട്. നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല, എൻ്റെ നിർമ്മലൻ എന്ന് കിടക്കണം, എൻ്റെയാണ്. സങ്കീർത്തനങ്ങൾ 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. വിശുദ്ധ പ്രശ്നം വെച്ചാൽ, അപ്പം നിങ്ങൾ കേൾക്കുമ്പോർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം മാത്രമാണിത്. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ എന്നെ വിശ്വസിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്ന ഈശോ പറഞ്ഞിട്ടല്ലേ, അതായിരിക്കും. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുമാത്രം പാതാളങ്ങളുണ്ടാകും. നമ്മൾ വീട് പോണ പാതാളങ്ങളില്ലേ, പാപമാകാം, ബിസിനസ് തകർച്ചയാകാം, ജോലി നഷ്ടമാകാം, വിസ പുതുക്കാത്തതാകാം, അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. മക്കളില്ലാത്തതാകാം, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം, പല പാതാളങ്ങളുണ്ട്. ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ആരെയാണ് ഇത്തരം പാതാളത്തിലേക്ക്, തകർച്ചയിലേക്ക് വിടാത്തത്? ആരെയാണ് വിടാത്തത്? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ആരാണ്? എൻ്റെ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അതിനാണ് പ്രാധാന്യം. അത് ഈ എൻ്റെ കൂടെ, നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പം എന്തുമാത്രം ആൾക്കാർ, ഇപ്പം നിരീശ്വരന്മാരില്ലേ, നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവരും ദൈവത്തെ പുച്ഛവും വെറുപ്പുമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട്. എൻ്റെ അത്വത്തിൽ നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. നിർമ്മലനായിരിക്കും അവർ, പക്ഷെ എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിർമ്മലത്തെ ദൈവത്തിൻ്റെ സ്വന്തം ആള്, അത് ഒരു ഭയങ്കര ഇതാണ്. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ, റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. അപ്പം അങ്ങനെ ഒരു വിളിയാണ് എൻ്റെ നിർമ്മലൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തമാകുകയാണ്. അപ്പോൾ സ്വന്തമാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിരുചി ചില ആൾക്കാർക്ക് യേശുക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പം അവരതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. കാര്യം സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകത്തില്ല. അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ്റെ പേര് വില കൊടുക്കും, ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽപ്പേരിന് വേണ്ടി വില കൊടുക്കും. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്ര മൂല്യപര വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ല. കാര്യം അതൊരു വിളിയാണ്. വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശെടുക്കണം, കൂടെ വരണം. അപ്പം അത് പേയ്മെൻ്റ് ആണെന്ന് പറഞ്ഞത്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈശോൻ്റെ പേരിലും കുരിശ് എടുത്തുകൊണ്ടായിരിക്കണം. കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്ത് കുരിശിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ, അത് 1-2 ദിവസം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരുമാനമുള്ളൂ. എന്താണ് കുരിശെന്ന് ചോദിച്ചാൽ
നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അപ്പോഴപ്പോൾ നമുക്ക് റിട്ടേൺസ് കിട്ടണം. കുരിശിന് മാത്രം കിട്ടത്തില്ല. അതാണ് കുരിശിൻ്റെ പ്രത്യേകത. 3-ാം ദിവസം കത്തുന്നേക്കത്തുള്ളൂ. പ്രൊഫസർ പറഞ്ഞതല്ലേ, ഇപ്പം കുരിശെടുക്കുന്ന കാലത്തൊന്നും റിട്ടേൺസ് ഇല്ല നമുക്ക്. അതിന് റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം 3 ദിവസം കഴിഞ്ഞാന്ന് പറയുമ്പോൾ 3 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മൾ ഡേറ്റ്, കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത്. ആ 3 ദിവസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. അടക്കി കർത്താവിൻ്റെ നിത്യതയിലാണ്. 3-ാം ദിവസം എന്ന് പറയുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കുരിശിൻ്റെ റീഫണ്ട്, ഇപ്പം ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ഛാ, എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ റോട്ടറി ക്ലബ്ബുകാർ മതി. ഇവിടെ അങ്ങനെ ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. ഒരു ഡിപ്രൈവഡ് ആയിട്ട് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരൊരു പുരോഹിതനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം. പക്ഷേ ആ അഭയം പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അനാഥാലയങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരി പേരില്ലേ, ലേമാനുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും. പുരോഹിതൻ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ പുരോഹിതൻ അത് മാത്രം ചെയ്താൽ പോരെ. എന്താ കാര്യം? ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുരിശ് മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നിത്യത്തിലാണ് റീഫണ്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിൻ്റെ നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും. നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എനിക്ക് ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. അതൊന്നും ഇപ്പം റീഫണ്ടബിൾ അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗമെന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ അതായത് എൻ്റെ നാമത്തിലെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നിത്യതയെ റീഫണ്ടബിൾ ആകുന്നതാണ് കുരിശെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ. ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പം നിങ്ങളെ കുത്തിയിരുന്ന് പഠിക്കണം, രാത്രിയും പകലും പഠിക്കുന്നു, നിങ്ങൾക്ക് 4 അക്ക ശമ്പളം കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ, അതൊന്നും കുരിശല്ല. പഠനമൊന്നും കുരിശല്ല. എന്താ കാര്യം? പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങളുടെ നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ്. പല അണ്ണന്മാർക്കും കുഴപ്പം എന്താ പറയുക, 84 വയസ്സ് 82 വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴേ ബാലൻസ് ഇല്ല. എന്താ കാര്യം? കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല. കുറേ കുരിശുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത്, കുറേ കുരിശ് ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത്, അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്ക് നിന്ന് അതിൻ്റെ വരുമാനം മേടിച്ചു, അവരുടെ ആശ്വാസവും അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായി പോയി. റീഫണ്ടബിൾ അല്ലാത്ത സാധനം when we take the name of Jesus Christ, that is the Holy Cross. ക്രോസും ഹോളി ക്രോസും ഉണ്ട്. ക്രോസും ഹോളി ക്രോസും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നതാണ് ഹോളി ക്രോസ് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ വരുന്ന മനുഷ്യന്മാരെല്ലാം എടുക്കുന്നത് അവർക്ക് വേണ്ടി എടുക്കുന്ന കുരിശ് സാധാരണ കുരിശാണ്. റീഫണ്ടബിൾ അല്ലാത്തതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തിട്ട് യേശുക്രിസ്തു റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെയാണ് കുരിശെന്ന് പറയണത്. അപ്പം അത് എൻ്റെ ഈ കുരിശ് കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരിശ് റീഫണ്ടബിൾ അല്ലെങ്കിൽ ആ കുരിശ് ഹോളി ക്രോസ് ആകാൻ സാധ്യതയുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ നിർമ്മലനാകും. ഓക്കെ അല്ലേ? ഉദയം ക്രിസ്ത്യാനിയായിട്ട് ജീവിത കാര്യമല്ലേ, എൻ്റെ നിർമ്മലനാകണം. അത് സ്റ്റാറ്റസാണ്. ഓക്കെ അല്ലേ? താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.